നമസ്കാരം. KH ന്യൂസിലേക്ക് സ്വാഗതം. KHRA സുരക്ഷാ പദ്ധതി. പതിറ്റാണ്ടുകൾ ഹോട്ടൽ വ്യാപാരം നടത്തി ഒന്നും സമ്പാദിക്കുവാൻ കഴിയാതെ ഒരു അംഗം ആകസ്മികമായി മരണപ്പെട്ടാൽ കുടുംബത്തിനുണ്ടാകുന്ന അനിശ്ചിതാവസ്ഥയിൽ ഒരു കൈത്താങ്ങാകാനാണ് KHRA സുരക്ഷാ പദ്ധതി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന സമിതി ആവിഷ്കരിച്ചത്. KHRA സുരക്ഷാ പദ്ധതിയിൽ അംഗമാകുന്നയാൾ മരണപ്പെട്ടാൽ കുടുംബത്തിന് 10 ലക്ഷം രൂപ ആശ്വാസധനം നൽകുന്ന പദ്ധതിയാണിത്. ഈ പദ്ധതിയിൽ KHRA അംഗങ്ങൾക്കും തൊഴിലാളികൾക്കും ചേരുവാൻ സാധിക്കും. കേരളത്തിൽ ആദ്യമായിട്ടാണ് അംഗത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾക്കും ഈ പരിരക്ഷ ലഭിക്കുന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ KHRA സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട കോട്ടയം ജില്ലയിലെ 2 കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ കൈമാറുന്നു. കോട്ടയം ജില്ലാ പ്രസിഡന്റ് N. പ്രതീഷ് അധ്യക്ഷനായ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് സുരക്ഷാ ഫണ്ട് വിതരണവും അംഗങ്ങളുടെ കുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസ അവാർഡും നൽകി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ അമരക്കാരൻ KHRA സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ മുഖ്യപ്രഭാഷണവും സ്കോളർഷിപ്പ് വിതരണവും കായിക പ്രതിഭയെ ആദരിക്കലും നടത്തി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ബയോബിന്നിൻ്റെ വിതരണോദ്ഘാടനം കോട്ടയം ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ അനസ് AS നിർവഹിച്ചു. KHRAയുടെ സുവർണ പദ്ധതിയായ KHRA സുരക്ഷാ പദ്ധതിയുടെ വിശദീകരണം KHRA സംസ്ഥാന ട്രഷറർ ശ്രീ മുഹമ്മദ് ഷെരീഫ് നൽകുകയുണ്ടായി. KHRA എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തെപ്പറ്റി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പ്രസാദ് ആനന്ദഭവൻ വിശദീകരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM രാജ, സംസ്ഥാന സെക്രട്ടറി റോയ് മഡോണ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് TJ മനോഹരൻ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മനാഫസ്, കോട്ടയം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വേണുഗോപാലൻ നായർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അൻസാരി പത്തനാട്, ഷാവുൽ ഹമീദ് എന്നിവർ ആശംസകൾ അറിയിച്ചു. കോട്ടയം ജില്ലാ ട്രഷറർ RC നായർ കൃതജ്ഞത പ്രകാശിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.